ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ 13S ആണ്. നമ്മൾ ഇതിന് മുമ്പ് ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 512 GB മോഡലാണ്. അത് മാത്രമല്ല നമ്മളിത് ആക്ച്വലി വാങ്ങിച്ചത് OnePlusന്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നാണ്. OnePlus ഒഫീഷ്യൽ സ്റ്റോർ നിങ്ങൾക്ക് ആക്ച്വലി അറിയായിരിക്കും. OnePlusന്റെ ഓതറൈസ് സെല്ലർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് OnePlusന്റെ ഓൺലൈൻ സ്റ്റോറിൽ കൂടെ വാങ്ങിക്കാം. OnePlus സ്റ്റോറിൽ നിന്ന് ആപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആമസോൺ ത്രൂ വാങ്ങിക്കാം. ആമസോൺ ഒഫീഷ്യൽ സെല്ലറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോമേൻ്റെ ഓൺലൈൻ സ്റ്റോർ ത്രൂ വാങ്ങിക്കാം. ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രോമ സ്റ്റോർ ഉണ്ടല്ലോ പുറത്ത്, നമ്മുടെ ടാറ്റ ക്രോമ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. അതിൻ്റെ സ്റ്റോറിൽ നിന്നും വാങ്ങിക്കാം ഓഫ്ലൈൻ. ബാക്കി എല്ലാം ഒന്നും ഓതറൈസ് സെല്ലർ അല്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചാൻസസ് കൂടുതലാണ് വാറണ്ടി കിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് നിങ്ങൾ ബില്ലൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ പണി കിട്ടുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ IMEI നമ്പർ അടിക്കുമ്പോൾ വലിയ ചിലപ്പോൾ കുഴപ്പം കാണിക്കില്ല. പക്ഷേ ഈ ഒരു ഇൻവോയ്സ് കാണിക്കില്ലേ, അപ്പോഴാണ് ചിലപ്പോൾ പണി കിട്ടുക. എന്ന് വെച്ചാൽ അവന്മാർ എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കിയിരിക്കുന്നത് റിജക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കാൻ മറക്കരുത്. അത് ഈ OnePlusന് മാത്രമല്ല, എല്ലാ ബ്രാൻഡിനും ഇതുപോലെ ഒഫീഷ്യൽ സെല്ലർമാരുണ്ട്. എക്സെപ്റ്റ് സാംസങ്, ഐഫോണ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകൾക്ക് മാത്രം ഇല്ലാത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഈ സാധനം കിട്ടിയത് ഇതിൻ്റെ പ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ, എനിക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. 46 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. എനിക്ക് ആക്ച്വലി കുറേ പോയിന്റ്സും അതുപോലെ തന്നെ ഞാൻ ടെക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇതുപോലെ ബ്രാൻഡ് കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഞാൻ ഉണ്ട്. സാംസങ്ങിൻ്റെ ഉണ്ട്, OnePlusൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ എക്സ്ട്രാ പോയിന്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡീം ചെയ്തിട്ടാണ് നമുക്ക് ആക്ച്വലി ഈ പോയിന്റ് കിട്ടിയത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ആക്ച്വലി 50,499 രൂപയാണ്ടാണ് ഇപ്പോൾ 12 GB 256 GB വരെ തന്നെ വരുന്നത്. നമുക്ക് ആമസോണിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാട്ടോ, ഒരു ഇഷ്യൂസും ഇല്ല. ആമസോണും ഒഫീഷ്യൽ സെല്ലർ തന്നെയാണ്. നമ്മൾ ഇതിന് മുമ്പ് Node 5 വാങ്ങിച്ചതും, ഒരു Node 5 ഞാൻ ആമസോൺ ത്രൂ വാങ്ങിച്ചത്. അതുപോലെ തന്നെ പിന്നെ ഞാൻ 13R ആമസോണിനാണ് വാങ്ങിച്ചത്. അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ഞാൻ ആമസോൺ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ അടുത്ത് ക്രോമയുണ്ട്, ക്രോമ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പോയി വാങ്ങിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അപ്പം തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ഈ ഗാഡ്ജറ്റ് ബ്രാൻഡ് ഉള്ളത് കൊണ്ടേ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. കുറേ മിക്ക ആൾക്കാർക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഒഫീഷ്യൽ സെല്ലർ ത്രൂ വാങ്ങിക്കാൻ നോക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാൻ മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും അടുത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലാക്കി നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് ടെലിഗ്രാം ചാനലും ഉണ്ട്. കാരണം മറക്കണ്ട, എല്ലാം ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇപ്പോൾ പ്രൈസ് ആക്ച്വലി 12 GB 512 GB 55,999 ആണ് വിത്തൗട്ട് കാർഡ് ഓഫർ ഇട്ടാ. കാർഡ് ഓഫർ നിങ്ങൾക്ക് ഇപ്പോൾ ആക്സിസ് ബാങ്കൊക്കെ വന്നിട്ടുണ്ട്, ആമസോണിൽ RBL ബാങ്കിനുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ദിവാലി സെയിൽസ് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അത് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഞാൻ സെയിം കളർ തന്നെയാണ് വാങ്ങിച്ചേട്ടാ, എന്ന് വെച്ചാൽ ഗ്രീൻ. പിന്നെ നമുക്ക് ആക്ച്വലി ഇതിൽ 3 കളറാണ് ഉള്ളത്. നമുക്ക് ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എനിക്ക് മടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കൊരു റോസ് പിങ്കാണ്. അത് എനിക്ക് ഒരു ജാതി, ഞാൻ ആദ്യം അതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സാധനം ഞാൻ നേരി കണ്ടപ്പോൾ വൻ ബോർ. ലേഡീസിന് വേണമെങ്കിൽ കൊള്ളാം, പക്ഷേ എന്നാലും ലേഡീസിന് സ്പെഷ്യൽ കളറൊന്നും ഇല്ല. എന്നാലും പക്ഷെ ഒരു വൈറ്റിഷ് പോലെ അങ്ങനത്തെ കളർ ഇഷ്ടമല്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കളർ തന്നെ, എന്ന് വെച്ചാൽ ഗ്രീൻ തന്നെയാണ് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ ആദ്യം എടുത്തു. അപ്പോൾ ഇതാ ഞാൻ സീല് പൊട്ടിക്കുകയാണ്. ഈ OnePlusൻ്റെ ബോക്സൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതും ചെറിയൊരു സീലാക്കിയിട്ട്, അപ്പോൾ പ്ലാസ്റ്റിക് കോട്ടിങ്ങും ഉണ്ട്, പിന്നെ ഒരു ചെറിയ സീലും ഉണ്ട്. പൊട്ടിക്കുമ്പോഴൊരു വെറൈറ്റി സംഭവം തന്നെയാണെന്ന് വെച്ചാൽ അതിൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ മോഡലിലൊക്കെ ഒരു ചാർജറൊക്കെ എടുത്ത് നിർത്തിയിട്ടാണ്. ഷവോമി നിർത്തി, OnePlus നിർത്തി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബില്ല് ഇതിൽ തന്നെ എടുത്ത് വയ്ക്കുകയാണ്. OnePlus ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ആക്ച്വലി അൾട്രാ തിൻ കേസുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസ് ഞാൻ എടുക്കുന്നില്ല. ഇവർ ആക്ച്വലി ആ റെഡ് കേബിൾ എന്ത് വായി വരാത്ത സാധനം, റെഡ് കേബിൾ ക്ലബ് ഉണ്ടല്ലോ, അതിൻ്റെ കാർഡ് ഉണ്ടല്ലോ റെഡ് കളറിൽ, അതൊക്കെ അവർ നിർത്തിയിട്ട്. അപ്പോൾ ആകെ ഒരു ബുക്ക്ലെറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ നോർമൽ ബ്ലാക്ക് കളർ കേസാണ്. ഇതിന് പകരം ഒരു ഹാർഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് കേസ് കൊടുത്താൽ മതി. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ബ്ലാക്ക് കേസ് ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞ കേട്ടാ. കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കും. ഞാൻ എൻ്റെ കേസ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ എടുക്കാം. ഇത് ആക്ച്വലി 150 ഗ്രാമൊക്കെ വെയിറ്റും കാണാനൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫോൺ ഞാൻ എന്തായാലും നമുക്ക് പേപ്പർ പൊട്ടിക്കാൻ തന്നെ എടുക്കാം. അപ്പോൾ ഇതാ ഫോൺ ഗ്രീൻ കളർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ സാധനം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ സിം സപ്പോർട്ടും കാണാനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ചാർജറും കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം ഓൺ ചെയ്യാം. എന്തായാലും ചാർജ് ഉണ്ടാവും, ഉറപ്പാണല്ലോ.
ഇതിൽ ഇൻബിൽഡായിട്ട് നമുക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. എന്താ വരാത്ത അപ്പോൾ വൈബ്രേഷൻ വന്നു, സാധനം ഓൺ ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഇനീഷ്യലി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഈ സിം എങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോക്സിലായിട്ട് എന്തെങ്കിലും വേറെ OnePlusൻ്റെ ചാർജർ വേറെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാർജർ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് 80 വാട്ടിൻ്റെ ചാർജറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നോർമൽ ചാർജർ. Type A to Type C ആണ്. അവർക്ക് Type C to Type C ആക്കായിരുന്നു. നമ്മുടെ ഈ Xiaomi 13 അങ്ങനത്തെ ചാർജിങ്ങാണ്. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കുന്നില്ല, ഇതൊന്നും എടുക്കുന്നില്ല ഞാൻ. എന്താ വെച്ചാൽ എൻ്റെ ഓൾറെഡി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഇത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവം തിരിച്ച് നമുക്ക് ബോക്സ് പാക്ക് ചെയ്താൽ ഞാൻ എന്തായാലും അതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ച് വരാം കേട്ടോ. ഞാൻ എൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റപ്പ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലോക്ക് സ്ക്രീൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവന്നിരിക്കുന്നു. നല്ല കിടിലൻ ലോക്ക് സ്ക്രീനാണ്. ഇതിലെന്തായാലും നമ്മുടെ റെഡ് കേബിൾ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അതൊക്കെ വന്നിട്ടുണ്ട്. OnePlus അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ OnePlus അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യട്ടെ കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഫോൺ നമ്പർ ത്രൂ ആണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെ മാസ്റ്റർ മെമ്പറൊക്കെയാണ്. അപ്പോൾ എനിക്ക് കുറേ പോയിൻറ്റ്സുകളും എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്ന് ലോഗിൻ ചെയ്യട്ടെ. എന്തായാലും നമ്മുടെ Android 16 അപ്ഡേറ്റ് നമ്മുടെ OnePlusൻ്റെ, അതായത് നമ്മുടെ ഓക്സിജൻ OS 16 വരാൻ പോകുന്നുണ്ട്. ഒരു കിടലിന് അപ്ഡേറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ OnePlus 13 ആദ്യം എടുക്കാൻ കാരണം. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഒരു റിവ്യൂ വീഡിയോ പോലെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus 13S ബോട്ട് ഫ്രം സാംസങ്സ് അല്ലെങ്കിൽ OnePlus സ്റ്റോർ കേട്ടോ. നിങ്ങൾക്ക് കുറേ പേര് അതിനോടൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ഈ OnePlusൻ്റെ ആപ്പ് ഒന്ന് വാങ്ങിക്കുന്നത് സേഫ് ആണോ? നിങ്ങൾക്ക് ഏറ്റവും സേഫസ്റ്റ് OnePlus ആപ്പ് എന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. ബ്ലൂ ഡാറ്റ ത്രൂ ആണ് ഇവർ കൊറിയർ ചെയ്യുക. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടി. ഞാനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആമസോൺ ത്രൂ വാങ്ങിക്കുന്നതും സേഫാണ്. നമുക്ക് ഈ OnePlus ഒക്കെ ഒഫീഷ്യൽ സെല്ലറാണ്. അപ്പോൾ ഒഫീഷ്യലായിട്ട് സെല് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഈ ഉടായ്പായിട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ അവരുടെ OnePlus തന്നെയായിരിക്കും ഇതിൻ്റെ സെല്ലർ. അപ്പോൾ ചാൻസസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ക്ലിക്ടെയിൽ ആയിക്കോട്ടെ, അതൊക്കെ OnePlusൻ്റെ ഒഫീഷ്യൽ സെല്ലറാണ്. അപ്പോൾ ചാൻസസ് ഭയങ്കര കുറവാണ്. ഇതുപോലെ ഒഫീഷ്യൽ സെല്ലർ ഇല്ലാത്ത സൈറ്റിൽ കൂടെ ഒക്കെ വാങ്ങിക്കുമ്പോഴാണ് ചിലപ്പോൾ പണി കിട്ടാറുള്ളത്. അതൊക്കെ ഒന്നെങ്കിൽ പ്രീ ആക്ടിവേറ്റഡ് ഡിവൈസ് കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ കല്ല് കിട്ടുക. അപ്പോൾ പിന്നെ മറ്റേ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓപ്പൺ ബോക്സ് ഉള്ളതുകൊണ്ട് കല്ല് കിട്ടിയാലും കുഴപ്പമില്ല. ഇപ്പോൾ പക്ഷേ അവരൊരു ഉടായ്പ ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു ഈ ഓപ്പൺ ബോക്സിൽ ഇത് ഫുള്ളി സേഫ് അല്ല. ഒരു വട്ടം മാത്രമേ നമുക്കതിൽ ഓപ്പൺ ബോക്സ് ഉള്ളൂ. അതിൻ്റെ റീപ്ലേസ് വരുമ്പോൾ അത് ഓപ്പൺ ബോക്സ് അല്ല. അപ്പോൾ അത് പണി കിട്ടിയാലും മതി. അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇനി നമുക്ക് OnePlus 15 വരാൻ പോകുന്നത് ഈ ഒരു ഡിസൈനിലാണ്. ഇത് 150 ഗ്രാം സംതിങ് ഉള്ളൂ. സ്നാപ്ഡ്രാഗൺ 888 ആണ്. ഞാൻ ഇതിൻ്റെ സ്പെക്സ് ഒന്നും പറയണമെന്ന് വിചാരിക്കുന്നു. 12 GB 256 GB 12 GB 512 GB വരുന്നുണ്ട്. UFS 4.0 ആണ് വരുന്നത്. Type C 2 ആണ് വരുന്നത്. അത് മറ്റോർത്ത പരിപാടിയായി പോയി. പിന്നെന്താ 50-50 ആണ് വരുന്നത്. നമ്മുടെ മെയിൻ ക്യാമറ സെൻസർ ക്യാമറ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പ്ലസ് കീ വരുന്നുണ്ട്. നമ്മൾ ലൈറ്റ് വെയിറ്റ് ആണ്. 150 ഗ്രാം റേഞ്ച് സംതിങ് ഉള്ളൂ. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡിസ്പ്ലേ കിടലൻ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഒരു കുട്ടി ഫോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്ത് സൂപ്പർ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെങ്കിൽ കണ്ണും പൊട്ടിയെടുക്കാവുന്ന ഒരു സാധനമാണ് നമ്മുടെ OnePlus 13S. അതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ നമ്മൾ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഞാൻ അത് കൊടുത്തിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ടുള്ളൂ. നമ്മുടെ 13S കൊടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് ടേം വീഡിയോ ഞാൻ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടിയും ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്കൊരു 1 വീക്കോ അതിനിടയിൽ നമുക്ക് ചെയ്യാം ഇതിൻ്റെ ഒരു റിവ്യൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും 50 999 ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു 5000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ 48 രൂപയ്ക്ക് കിട്ടുന്ന പരിപാടിയാണ്. ബേസ് വേരിയൻ്റ് കിട്ടാം. അപ്പോൾ അതൊരു നല്ല ഒരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഡിസൈൻ ആയതുകൊണ്ട് ഇപ്പം ഇനി വരാൻ പോകുന്ന ഫോണുകൾ 13S 15 വരാൻ പോകുന്നതും ഈ ഒരു ഡിസൈൻ തന്നെയാണ്. ഇവിടെ നമുക്ക് 3ാമത്തെ ക്യാമറ വരും ഈ ഒരു ഡിസൈനിൽ. അപ്പോൾ സെയിം ഡിസൈൻ. ഈ ഡിസൈൻ ശരിക്കും ആക്ച്വലി ഒപ്പോൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. അത് വേറെ കാര്യം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഒപ്പോൻ്റെ ഡിസൈനാണ്. പണ്ട് വന്നത് ഒപ്പോൻ്റെ ഇത് ഫോൺ എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു ഡിസൈനൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ OnePlus ഇപ്പോൾ ഒപ്പോൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പതുക്കെ ഈ ഓക്സിജൻ OS എടുത്ത് കളയും. ചൈനയിലൊന്നും ഓക്സിജൻ OS ഇല്ലല്ലോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്സിജൻ OS കളർ OS തന്നെയാണ്. അപ്പോൾ ഒരു ഡിസൈനും അതും തന്നെ പിടിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് വേറെ എക്സ്ട്രാ ചിലവോ R&D ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഡിസൈനൊന്നും വേണ്ടി വേറെ ഉണ്ടാക്കണ്ട. അപ്പോൾ അവർക്കത് ലാഭമാണ്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ ഒരു പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോ ഓഫാവ് ഓഫാവില്ല.